നമുക്കിനി നാട്ടിൽ പോവാൻ ഒരു 2-3 ദിവസം കൂടെ ബാക്കിയുള്ളേ. ഒരു ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിങ്ങിന് വേണ്ടി നമുക്ക് ആംസ്റ്റർഡാം സെൻട്രൽ പോയാലോ? ഷോപ്പിംഗ് അലർജിയുള്ള ആരെയും നമ്മൾ ഒപ്പം കൂട്ടുന്നില്ല. ആദ്യമായിട്ടാ ഇത്ര ചെറിയ ഗ്യാപ്പില് വീണ്ടും നാട്ടിൽ വരുന്നത്. ഇപ്പൊ ഞാൻ വന്നു പോയിട്ട് 5 മാസം ആവുന്നേ ഉള്ളൂ. ഞാൻ ഒറ്റയ്ക്കല്ല, ദേ ഒരാളും കൂടെ ഉണ്ട് നമ്മുടെ ഒപ്പം. പ്രഗ്നന്റ് ആയതിനു ശേഷം പ്രഗ്നന്റ് ആയ ഏതൊരാളെ കാണുമ്പോഴും ഒരു സ്പെഷ്യൽ കൺസിഡറേഷനും കണക്ഷനും ഒക്കെ തോന്നും. അങ്ങനെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരു 5 സ്ട്രോങ് പ്രഗ്നന്റ് വുമന് ഗിഫ്റ്റ് വാങ്ങിക്കാനാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അവസാന നിമിഷം തോന്നിയ ഒരു ആഗ്രഹമാണ് ഗിഫ്റ്റ് പ്ലാൻ ചെയ്തത് പ്രഗ്നന്റ് ആയവർക്കാണെങ്കിലും വാങ്ങി വന്നപ്പോൾ അതൊരു ബേബി ഹാമ്പർ ആയി. എന്നാൽ യൂസ്ഫുൾ ആവുമെന്ന് തോന്നണോ? ലാസ്റ്റ് മിനിറ്റ് തോന്നിയ ഒരു കാര്യമാവുകൊണ്ട് വേണ്ട എല്ലാ കാര്യവും എനിക്ക് കിട്ടിയില്ല. പക്ഷെ എന്നാലും ഉള്ളതിൽ വെച്ച് നല്ല ഓപ്ഷൻസ് നമ്മൾ സെലക്ട് ചെയ്തു. സമയം ഉച്ചയായിട്ടുണ്ട്. നമുക്കിനി ലഞ്ച് കഴിച്ചാലോ? മിനിമം ഒരു 1-1.5 മണിക്കൂർ ക്യൂ നിന്നാൽ മാത്രം കിട്ടുന്ന ഒരു സാൻഡ്വിച്ച് ഉണ്ട് ഇവിടെ. അത് കഴിച്ചാലോ ലഞ്ചിന്? പിന്നെ പുള്ളിക്കാരൻ കമ്പനിക്ക് ഉണ്ടാവുകൊണ്ട് സമയം പോയത് അത്ര അറിഞ്ഞില്ല. ഇത് ആംസ്റ്റർഡാം സെൻട്രലിൽ തന്നെയുള്ള ചുൻ കഫേയിൽ കിട്ടുന്ന കൊറിയൻ സാൻഡ്വിച്ച് ആണ്. ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഇന്നാണ് കഴിക്കാൻ ഒരു സാഹചര്യം ഒത്തു വന്നത്. ഒരു രക്ഷയുണ്ടായിരുന്നില്ലേ? നമ്മളൊരു ഷ്രിമ്പും ഒരു ബീഫ് സാൻഡ്വിച്ചും പറഞ്ഞായിരുന്നു. ഏതാ കൂടുതൽ ടേസ്റ്റ് എന്ന് ചോദിച്ചാൽ അത് ടഫായിരിക്കും പറയാൻ. വിശപ്പൊക്കെ മാറിയ സ്ഥിതിക്ക് നമുക്കിനി ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് നമ്മുടെ ഹാമ്പറിൽ ന്യൂ ബോൺ ഇടാൻ പറ്റുന്ന പോലത്തെ ക്യൂട്ടായ ഒരു റോംബറും ഒപ്പം ഒരു ഫ്ലാനലും വെക്കാം. അങ്ങനെ ഇവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു. പക്ഷെ എനിക്ക് ഒരു കാര്യം കൂടെ നമ്മുടെ ഹാമ്പറിൽ ആഡ് ചെയ്യണമെന്നുണ്ട്. ഒരു സോഫ്റ്റ് ടോയ്. ബേബീസിന് അവരുടെ ഒരു കംഫർട്ട് ടോയ് ആയിട്ട് ഒപ്പം കൊണ്ടുനടക്കാൻ പറ്റുന്ന പോലത്തെ അതും കൂടെ വാങ്ങി തൽക്കാലം നമ്മുടെ ഹാമ്പറിലോട്ടുള്ള ഷോപ്പിംഗ് അവസാനിപ്പിക്കുക അല്ലേ? മുന്നത്തെ പോലെയല്ല, എന്റെ എനർജി ലോ ലെവൽ അടിച്ചു തുടങ്ങി. എന്നാലും കുറച്ച് ഷോപ്പിംഗും കൂടെ ബാക്കിയുണ്ട്. വീട്ടുകാർക്കും ഫ്രണ്ട്സിനും ഉള്ള കുറച്ച് ഗിഫ്റ്റ് ഒക്കെ വാങ്ങി നമുക്കിനി വീട്ടിൽ പോവാം. ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. കൊടുക്കുമ്പോൾ എനിക്കും കിട്ടുമ്പോൾ അവർക്കും ഒരു സന്തോഷം. എന്നെ ഇറക്കി അതേ സ്ഥലത്ത് ആശാന്തെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇനി വീട്ടിൽ പോയി ഗിഫ്റ്റ് കൊടുക്കാനുള്ള ആ 5 ആൾക്കാരെ എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളത് നമുക്ക് ആലോചിക്കാം.